എക്സ്പീരിയൻസ് ചെയ്യാതെ ഇതിനെക്കുറിച്ചൊക്കെ വലിയ വായിൽ വർത്താനം പറയുകയും അന്നത്തെ കാലത്ത് ജീവിക്കാതെ ഇന്നത്തെ കാലത്തെ സർവ്വ സെറ്റപ്പിലും സർവ്വ സന്നാഹത്തിലും ഒരു പനിയോ തുമ്മലോ വന്നാൽ PCM എടുത്ത് വിഴുങ്ങിയിട്ടും ഇജ്ജാതി വർത്താനം പറഞ്ഞാൽ ചള്ള നോക്കി ഒരെണ്ണം പൊട്ടിക്കണമെന്ന് ആരായാലും പറയും. ഗുഡ് മോർണിംഗ് എവ്രിവൺ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പെണ്ണായിരുന്നു, ഒരമ്മയായിരുന്നു, സർവോപരി 5, 3, 7 പേരെങ്കിലുള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമയായിരുന്നു കൊണ്ട് അഖിൽമാരാറിനെ കുറിച്ചിട്ട് 4 നല്ല വർത്താനം പറഞ്ഞില്ലെങ്കിൽ നമുക്കൊക്കെ എങ്ങനെയാ സമാധാനം വരിക? അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ അഖിൽമാരാറിൻ്റെ എൻജോയ് ചെയ്തുള്ള പ്രസവത്തെക്കുറിച്ചിട്ട് ഒറ്റ ശ്വാസത്തിൽ ഘോരഘോരം പ്രസംഗിക്കുകയുണ്ടായി. ഇന്നത്തെ കാലത്ത് പെൺപിള്ളേർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്ന് ഈ പ്രസവമൊക്കെ കോംപ്ലിക്കേഷൻ ആക്കുകയാണ്. ഹോസ്പിറ്റലാണ് ഇവരെ കോംപ്ലിക്കേഷൻ ആക്കുന്നത്. പണ്ടത്തെ കാലത്ത് ആശുപത്രി പോലും ഇല്ലാത്ത സമയത്ത് എത്ര എൻജോയ് ചെയ്തുകൊണ്ടാണ് പ്രസവിച്ചത്, എത്ര എണ്ണത്തിനാണ് പ്രസവിച്ചത്. പ്രസവം എൻജോയ് ചെയ്യണം. പണ്ടത്തെ കാലത്ത് അരിയടിച്ചും ഉഴുന്നാട്ടിയും അമ്മമാർ പോയി 4 പെറ്റ് വന്ന് തിരിച്ച്. മിസ്റ്റർ, ഇത് കക്കൂസി പോകുന്ന പ്രോസസ്സല്ല, ചെയ്തിട്ട് വന്നിട്ട് വീണ്ടും എടുത്തവഴി എടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പണ്ടത്തെ കാലത്ത് അമ്മമാർക്കൊന്നും വലിയ ആയുസില്ലാത്ത. ഞാനൊരു കാര്യം പറയട്ടെ, മിസ്റ്റർ അഖിൽമാരാറിനോടാണ്. ഈ പ്രസവം ഉണ്ടാവുന്നതിന് തൊട്ട് മുന്നുള്ള ആ പ്രോസസ്സ് പോലും നിങ്ങൾ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങളുടെ കാര്യത്തിൽ ഒന്ന് ഭാര്യയോട് വിളിച്ച് ചോദിച്ചു നോക്കണം. ഞാൻ പറയുന്നത് ഇത്തിരി അധിക പ്രസംഗമൊക്കെ ആയിരിക്കും, പക്ഷെ നിങ്ങൾ പറഞ്ഞ അത്ര അധിക പ്രസംഗമായി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞതിനെ വല്ലാണ്ട് അങ്ങ് വലിച്ച് കീറാനല്ല ഞാൻ വന്നിട്ടുള്ളത്. കാരണം അത് ഒരുപാട് ആൾക്കാർ വലിച്ച് കയറി ഒട്ടിക്കുന്നുണ്ട്. ഞാൻ പറയാൻ വന്നത് എൻ്റെ ആ എൻജോയ് ചെയ്ത 10 മാസത്തെക്കുറിച്ചാണ്. എൻജോയ് ചെയ്ത 10 മാസത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, അതിന് മുന്നേയുള്ള കുറേ മാസങ്ങളെക്കുറിച്ചും കൂടിയാണ്. ഇതൊക്കെ ഏറെക്കുറെ പെൺകുട്ടികളും കടന്നു പോകുന്ന സിറ്റുവേഷനാണെന്ന് മിസ്റ്റർ അഖിൽമാരാർ നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ എൻജോയ് ചെയ്തിട്ടുള്ള ആ 10 മാസത്തെക്കുറിച്ച് ഞാൻ 2 വാക്ക് പറയട്ടെ. കേൾക്കാൻ ഇൻട്രസ്റ്റഡ് ആവുമ്പോൾ കേൾക്കുക, ഇല്ലാത്തവർ സ്ക്രോൾ ചെയ്ത് പോവുക. ഞാൻ 10 മാസമല്ല, അതിന് മുന്നേയുള്ള മാസവും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഞാൻ അത്യാവശ്യം ഒരുപാട് ആഗ്രഹിച്ച് മോഹിച്ച അമ്മയായ ഒരാളാണ്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 3 വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എല്ലാവരുടെയും കുട്ടികളെയൊക്കെ കണ്ടിട്ട് എനിക്കും ഉള്ളിലൊരു കുഞ്ഞുവാവ എന്നുള്ളൊരു ആഗ്രഹം വന്നിട്ടുണ്ടായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ ബേബി പ്ലാനിങ്ങിലോട്ട് കടന്നു. ബേബി പ്ലാനിങ്ങിലോട്ട് കടന്നപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ബേബി ആവാൻ ഇത്തിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. വേറൊന്നുമല്ല, പീരിയഡ്സ് വളരെ ഇറഗുലറായിട്ടാണ് വന്നുകൊണ്ടുണ്ടായത്. ആ സങ്കടം ശരിയാക്കാം എന്നുള്ള ലെവലിലാണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്നത്. ഡൽഹിയിലുള്ള ദിവ്യപ്രസ്ഥയിലാണ് നമ്മൾ പോയത്. അവിടെ ഒരു അടിപൊളി ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്താണ് പോയത്. അതിന് മുന്നേ വേറൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ ഒരിക്കൽ പ്രഗ്നൻ്റ് ആയി, പക്ഷെ അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി എനിക്ക് പീരിയഡ്സ് ഒക്കെ ഇറഗുലറാണ്, അതിൻ്റെ പേരിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് മിസ്കാരേജ് ആയി, അധികം വെച്ച് താമസിപ്പിക്കരുത്. ഒരു 6 മാസത്തെ റെസ്റ്റിന് ശേഷം വീണ്ടും ബേബി പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യണം. ഈ 6 മാസം ഞാൻ എങ്ങനെയാണ് ജീവിച്ചത് എനിക്ക് മാത്രമേ അറിയൂ. അതൊരു പ്രാവശ്യം മിസ്കാരേജ് ആയി സെക്കൻഡ് ബേബിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്ന എല്ലാ അമ്മമാർക്കും റിലേറ്റ് ആവുമായിരിക്കും. ഫസ്റ്റ് പ്രഗ്നൻസി മിസ്കാരേജ് ആയത് തൊട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു ട്രോമയാണ് ട്രാൻസാവജനൽ അൾട്രാസൗണ്ട്, TBS എന്ന് വെച്ചാൽ. അഖിൽമാരാർക്ക് അറിയാൻ വലിയ വഴിയൊന്നുമില്ല, കാരണം ഈ മോഡേൺ ശാസ്ത്രത്തെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലല്ലോ. TBS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം നമ്മുടെ വജന വഴി ഉള്ളിലോട്ട് കയറ്റിയിട്ട് നമ്മൾ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കും. മിസ്കാരേജ് ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ, അംശം എന്തെങ്കിലും അവിടെ ഇവിടെ പറ്റിപ്പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഒരു സ്കാനിങ് എത്ര പെൺകുട്ടികൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്നും എത്ര പെൺകുട്ടികൾ എനിക്ക് ഇന്ന് TBS ആണെന്ന് ആസ്വദിച്ച് പോകുന്നുണ്ടെന്നും അറിയാവോ ഇയാൾക്ക്? ഒരാളും അങ്ങനെ ആസ്വദിക്കില്ല. അത് ഭയങ്കര ഒരു ട്രോമയാണ്. നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇന്ന് TBS ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈകാല് വിറക്കാൻ തുടങ്ങും, നമ്മൾ വല്ലാണ്ട് പാനിക് ആവും. അത് മാത്രമല്ല, നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡോക്ടർ നമ്മൾ പരിശോധിക്കാൻ വരുന്ന സമയത്ത് ഭയങ്കര നെർവസ് ആവും. 1, 2 പ്രാവശ്യം ഒക്കെ. അതിനുശേഷവും നമ്മൾ നെർവസ് ആയിട്ട് നമുക്ക് ഈ TBS ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ചെയ്യുന്ന ഡോക്ടേഴ്സിന് ദേഷ്യം വരും, അവർ നമ്മൾ വഴക്കും പറയും. അതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തോന്നില്ല. പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം മിസ്കാരേജ് ആയത് മുതൽ പിന്നീട് പ്രഗ്നൻ്റ് ആവണം എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എനിക്ക് ആദ്യം എഴുതിയ സംഗതി ഇതായിരുന്നു. പിന്നെ ഓരോ നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതുന്ന സാധനം TBS ആണ്. കാരണം എൻ്റെ ഉള്ളിലുള്ള ഈ ഒരു അണ്ടത്തിൻ്റെ വളർച്ച അറിയാൻ വേണ്ടിയിട്ട്. ഇത് വളർന്ന് പാകമായി കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു ബേബീനെ ഹെൽത്തി ആയിട്ട് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഓരോ വളർച്ചയും അറിയണം. അതൊന്നാമത്തെ എൻജോയ് ചെയ്യൽ. പ്രഗ്നൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മെഡിസിൻസ് ഉണ്ടായിരുന്നു. അതിൽ ചില മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ കുപ്പി മദ്യം ഒറ്റ ഇരിപ്പിന് കുടിച്ച് തീർത്തതിനേക്കാൾ കിക്കാണ്. ലൈക്ക് നമ്മൾ ആ മെഡിസിൻ കഴിക്കുന്നു, ജസ്റ്റ് ഒന്ന് തല ചുറ്റുന്നു, ബെഡ് കാണുന്നു, പോയി വീഴുന്നു. ആ വീണ് കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നത് 6 മണിക്കൂറിനൊക്കെ ശേഷമാണ്. അത്രയും ഡോസേജ് ഉള്ള മെഡിസിൻസൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. മെഡിസിൻസിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ കാര്യത്തിലൊന്നും അറിയില്ല, പക്ഷേ ആ മെഡിസിൻസ് ഒന്നും കഴിച്ചിട്ട് എനിക്ക് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എൻ്റെ പ്രഗ്നൻസി അടിപൊളിയായിട്ടുണ്ടായതേ ഉള്ളൂ.
മെഡിസിൻ എന്ന എൻജോയ് ചെയ്യുന്ന ആ പ്രോസസ്സിന് ശേഷം എനിക്ക് വന്ന വേറൊരു പ്രോസസ്സാണ്. ഒരു പ്രാവശ്യം മിസ്കാരേജ് ആയതുകൊണ്ട് രണ്ടാമത് മിസ്കാരേജ് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്കാണെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ചെറുതായി സ്പോട്ടിങ്ങും കണ്ടതുകൊണ്ട് ഒരു ഇഞ്ചക്ഷൻ വെക്കാണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതൊന്നല്ല, ഒരു 10-14 ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതിൻ്റെ ഒരു ഇഞ്ചക്ഷൻ്റെ വില വരുന്നത് 3000 രൂപയാണ്. സാമ്പത്തികമായിട്ടുള്ള ഇത്രയും വലിയൊരു എൻജോയ്മെൻറ്റ് വേറെ എവിടെ കിട്ടും പ്രഗ്നൻസിയിലല്ലാതെ. മെഡിസിൻ സാമ്പത്തികമായിട്ട് എൻജോയ്മെൻറ്റ് നൽകുന്നു എന്ന് മാത്രമല്ല, നല്ല സുഖമാണ്. ആ മെഡിസിൻ നമ്മുടെ വെയിനിൽ കൂടെ കയറുന്ന വഴി എവിടം വരെ അത് ചെന്ന് അവസാനിക്കുന്നു എന്ന് വരെ ഒരു മനുഷ്യനറിയും. അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഇക്ഷനാണത്. അതെടുത്തിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ കമൻറ്റ് ബിലോ. സാമ്പത്തികമായിട്ടുള്ള എൻജോയ്മെൻറ്റിന് ശേഷവും വേദന കൊണ്ടുള്ള എൻജോയ്മെൻറ്റിന് ശേഷവും പിന്നെ കിട്ടുന്ന വേറൊരു സാധനം, നമുക്ക് മുന്നേ മിസ്കാരേജ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്കൊരു വെജനൽ പിസാരിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഡിസിൻ തരും. ആ വെജനൽ പിസാരിയോ വെക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, നമ്മൾ മെൻ്റലിയും തളരും ഫിസിക്കലിയും തളരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഈ ഒരു മെഡിസിൻ നമ്മൾ ഉള്ളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അത് പൊട്ടും. അത് പൊട്ടിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒലിച്ചിറങ്ങും. പീരിയഡ്സ് ആവുന്ന പോലെയോ വൈറ്റ് ഡിസ്ചാർജ് വരുന്ന പോലെയുള്ള അസ്വസ്ഥതയല്ല നമുക്ക് ഉണ്ടാക്കുക. അതിൻ്റെ ഡബിളാണ്. കാരണം ഈ വരുന്നത് വളരെ 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 എണ്ണമയമായിട്ടുള്ളൊരു ദ്രാവകമാണ്. അതിനാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത സ്മെല്ല് അനുഭവിക്കുന്നത് എപ്പോഴാണെന്ന് കൂടി ഓർക്കണം. പ്രഗ്നൻസി ടൈമിൽ ഏതെങ്കിലും ഒരു പെർഫ്യൂമിൻ്റെ മണം അടുത്തൂടെ പോയാൽ ഇരുന്നും കടന്നും വാള വെക്കുന്ന എൻ്റെ അടുത്താണ് ഈ ഒരു സ്മെല്ല് വന്നത്. ഡൽഹിയിലെ കൊടുന്തണുപ്പ്, പീക്ക് തണുപ്പ്, അതായത് ഡിസംബർ, ഈ ഒരു ടൈമിലാണ് ഇത്രയും ഓയിലി ആയിട്ടുള്ളൊരു ദ്രാവകം എൻ്റെ ശരീരത്തിലൂടെ ഒലിച്ച് പുറത്തേക്ക് ഇറങ്ങും. വൃത്തിയാക്കാൻ ഒരു കവർ സോപ്പൊന്നും എനിക്ക് മതിയാവാറില്ല. അത്രയും സോപ്പിൻ്റെ ആവശ്യം വരും. പിന്നെ നമുക്കത് യൂസ്ഡായി. പിന്നെ നമ്മൾ അത്ര വൃത്തിയായി മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നതായി. അങ്ങനെ നിൽക്കുമ്പോൾ സ്മെല്ല് വരുന്നതായി. എൻ്റെ പൊന്നോ, അനുഭവിച്ചവർക്കേ ഇതൊക്കെ പറയാൻ പറ്റും മിസ്റ്റർ അഖിൽമാരാർ. അപ്പോൾ നിങ്ങൾ പറയും, ഇതൊക്കെ ഇന്നത്തെ ഹോസ്പിറ്റലിൽ ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ കഷ്ടപ്പെട്ടത്. പണ്ടാണെങ്കിൽ ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പണ്ടത്തെ ഒരു കാലമാണെങ്കിൽ എനിക്കൊരു ബേബിയെ ക്യാരി ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ഇറഗുലർ പീരിയഡ്സ് കൊണ്ട് എനിക്കൊരു ബേബിയെ ക്യാരി ചെയ്യണമെങ്കിൽ ആ പഠിച്ച് ഇറങ്ങി ഗൈനക്കോളജിസ്റ്റിൻ്റെ തന്നെ ഹെൽപ്പ് ആവശ്യമാണ്. ഈ ഒരു സംഭവത്തിനൊക്കെ ശേഷം സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പ്രഗ്നൻസി, അപ്പോൾ ഫീലിംഗ് ആശ്വാസം. ഇനി നമുക്ക് പെട്ടെന്നൊരു ബേബിയെ നമ്മുടെ കയ്യിലോട്ട് കിട്ടുമല്ലോ എന്നുള്ളൊരു സമാധാനം. 5, 6, 7 മാസം വോമിറ്റിംഗ് ഉണ്ടായിരുന്നു, ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, മൂഡ് സ്വിങ്സ് എക്സ്ട്രീം ലെവലിൽ ഉണ്ടായിരുന്നു. എൻ്റെ ഭർത്താവോ എൻ്റെ സ്വന്തം സഹോദരനോ എൻ്റെ അടുത്ത് കൂടെ പോയി കഴിഞ്ഞാൽ അവരെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യമായിരുന്നു. അവരുടെ സ്മെല്ല് വരുമ്പോൾ എനിക്ക് ഇറങ്ങി ഓടേണ്ട ദേഷ്യം വരുമായിരുന്നു, അല്ലെങ്കിൽ അവരെ തല്ലി കൊല്ലേണ്ട ദേഷ്യം വരുമായിരുന്നു. അങ്ങനെ എനിക്ക് ചുറ്റുമുള്ളവർക്കും എൻജോയ്മെൻറ്റുകൾ വാരി വിതറിക്കൊണ്ടായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടില്ല. ഈ കഥകൾക്കൊക്കെ ശേഷം പ്രഗ്നൻസി ഒരു 8ാം മാസത്തിലെത്തി. ശരീരം തല മുതൽ കാൽ വരെ ചൊറിയൽ, റോസ് വാട്ടർ, ഓയിൽ, ഗ്ലിസറിൻ എന്ന് വേണ്ട കൈ കിട്ടാവുന്ന എല്ലാ ഹോം റെമഡികളും ട്രൈ ചെയ്തു. ഒരു രക്ഷയില്ല. അവസാനം ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറയുന്നു, മെഡിസിൻ കഴിക്കരുത്, ഇതെങ്ങനെയെങ്കിലും ചൊറിഞ്ഞ് തീർത്തോളണം. പകച്ചുപോയി എൻ്റെ പ്രഗ്നൻസി ടൈം. എനിക്കൊരു ചൊറിയേ വന്നുള്ളൂ. ഇതല്ലാതെ പനിയും ജലദോഷവും തലവേദനയും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ഈ തലവേദനയൊക്കെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോലും ഡോക്ടർ പറയുന്ന കാര്യമാണ്, ഇതൊക്കെ വേദനിച്ചങ്ങ് തീർത്തോ, മെഡിസിൻ കഴിക്കരുത്. എന്താണല്ലേ എൻജോയ് ചെയ്യുന്ന ഒരു പീക്ക് ലെവൽ ഓഫ് പ്രഗ്നൻസി. വേദന വന്നാൽ അതിന് പെയിൻ കില്ലേഴ്സ് എടുത്തുകൂടാ. ഈ പറഞ്ഞ അഖിൽമാരാറിനാവുമോ ഒരു വിക്സ് പോലും പുരട്ടാതെ കിടന്നുറങ്ങാൻ? ഇതൊക്കെ അവസാനിച്ചു. ചൊറിയലും മാന്തലും വൊമിറ്റിങ്ങും എല്ലാം അവസാനിച്ചു. അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് ആശുപത്രിയിലേക്കൊരു പോക്ക്. ദൈവവിശ്വാസമില്ലാത്ത ആൾക്കാർ പോലും എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പോകുന്ന ഒരു സമയം. സ്കാനിങ്ങിൽ ഇന്ന് തന്നെ പ്രസവിക്കാം എന്ന് പറഞ്ഞു. അവസാനം കിടന്നും ഇരുന്നും വേദന സഹിച്ച് വാട്ടർ ലീക്കേജ്, എനിമ വെച്ചിട്ട് അതിൻ്റെ ലീക്കേജ്, ഒന്നും പറയണ്ട. അങ്ങനെ ഞാൻ നമ്മുടെ ലേബർ റൂമിൽ പ്രസവിക്കേണ്ട ഒരു ബെഡിൽ വന്ന് കിടക്കുകയാണ്. എനിക്ക് തമാശക്ക് പോലും ഞാൻ എൻജോയ് ചെയ്യുമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അങ്ങേയറ്റം വേദന ഞാൻ സഹിച്ചിട്ടുണ്ടായിരുന്നു. പരമാവധി ഡോക്ടർ പുഷ് ചെയ്യ് എന്ന് പറയുമ്പോഴൊക്കെ ഞാൻ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒരു ബലം ഉണ്ടായിരുന്നില്ല. ഡോക്ടറിൻ്റെ പുറകിൽ നിന്നിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്യാം, അപ്പോഴത്തേക്കും ബേബി പുറത്തേക്ക് വരുന്നു പറഞ്ഞത്. ഇപ്പം പുറത്തേക്ക് വരുന്നതാണ് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത്. ഡോക്ടർ പുറകിൽ വന്നതൊന്ന് പുഷ് ചെയ്തത് ഓർമ്മയുള്ളൂ. പിന്നെ എനിക്ക് ബോധം ഇങ്ങനെ നൈസായിട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ തന്നെ ഡോക്ടർ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് അകത്തോട്ട് കയറി. ഹസ്ബൻഡ് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് ഡോക്ടർക്ക് അറിയാം. അപ്പോൾ ഹസ്ബൻഡിന് മോണിറ്ററും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു, എന്താ വേണ്ടതെന്ന് നീ തന്നെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, ഓപ്ഷൻ ഏരിയയിലേക്ക് കയറ്റിക്കോളൂ, ഞാൻ സൈൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത പരിപാടി. ഇത്രയും വേദന എന്ന് പറഞ്ഞാൽ പ്രസവത്തിൻ്റെ പീക്കിലെന്ന് ഞാൻ പറയില്ല, പീക്കിൻ്റെ ഒരു 2 സ്റ്റെപ്പ് താഴെ എത്തുന്ന അത്രയും വേദന ഞാൻ സഹിച്ചു. നോർമൽ ഡെലിവറി സാധ്യമാകുന്നില്ല, ബേബിക്ക് വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ ഓപ്പറേഷനെ രക്ഷയുള്ളൂ. നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി
അറിയാലോ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാലോ. ഒരു ഇഞ്ചക്ഷൻ വെക്കാണ്ട് പുറത്ത്, അതിൻ്റെ വേദന എപ്പോഴും എൻ്റെ കൂടെ, എൻ്റെ ആ എൻജോയ് ചെയ്ത സമയത്തെ ഓർമ്മിപ്പിച്ച് സ്മരിച്ചുകൊണ്ട് എൻ്റെ കൂടെയുള്ളൊരു വേദനയാണ്. പറയണല്ലോ, ആ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല സുഖമാണ്. പിന്നെ നമുക്കൊന്നും അറിയണ്ട, ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ ചിൽ ബില്ലായിട്ട് കിടക്കാം. ഇഞ്ചക്ഷൻ എടുത്ത് അതിൻ്റെ ആ ഒരു സെഡേഷൻ പോകുന്ന സമയം വരെ മാത്രം. ഞാൻ ഈ പ്രഗ്നൻസിയിൽ നോർമൽ ഡെലിവറീൻ്റെ വേദന അങ്ങേയറ്റം സഹിച്ചത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് സി സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഈ യൂറിൻ പോകാനുള്ള ട്യൂബ് എടുത്തതിന് ശേഷം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വെച്ച് വേദനയോ പ്രശ്നങ്ങളോ ഇല്ലായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. എനിക്ക് അങ്ങേയറ്റം തലവേദന ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് എനിക്ക് വന്നതാണ് ഒരു തലവേദന. ആ തലവേദന വന്ന സമയത്ത് ഞാൻ തീരുമാനിച്ചതാണ് ഞാൻ തീർന്നു എന്ന്. പക്ഷെ ആ സമയത്ത് ഒരു നേഴ്സ് വന്ന് എനിക്കൊരു മെഡിസിൻ തന്ന്, ആ മെഡിസിൻ ഇറക്കാൻ വേണ്ടി ഇത്ര പോലൊരു കപ്പിൽ വെള്ളവും തന്നിട്ട് അത് കഴിച്ചതിന് ശേഷമാണ് എനിക്ക് ആ തലവേദന നോർമലായത്. അതിന് മുന്നേ എനിക്ക് പ്രഗ്നൻസിയിൽ ഒരു 9 മന്ത് മുതൽ എനിക്ക് വല്ലാത്ത ബ്ലോക്ക് നോസ്, ലൈക്ക് മൂക്കടപ്പ് ഉണ്ടായിരുന്നു. ആ മൂക്കടപ്പ് അതേപോലെ കൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. ഞാൻ ഡോക്ടറോട് പറയാനുള്ള പേടിയുണ്ടോ മടിയുണ്ടോ ഞാനത് പറഞ്ഞില്ല. ഓപ്പറേഷൻ സമയത്ത് ത്രൂ ഔട്ട് ഞാൻ അതും കൊണ്ട് തന്നെ കിടന്നു. അതിനുശേഷം തിരിച്ച് നമ്മൾ ബെഡിൽ വന്ന് കിടന്ന സമയത്ത്, അതായത് ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മൾ ഐസിലോട്ട് മാറ്റിയ സമയത്ത് ഈ മൂക്കടപ്പ് കാരണം എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റാതായി, തടസ്സം വന്നു. ആ സമയത്ത് എനിക്ക് ഡോക്ടർ എന്നെ നല്ലോണം വഴക്ക് പറഞ്ഞു. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണ്ടേ എന്ന് പറഞ്ഞ് ഒരുപാട് വഴക്ക് പറഞ്ഞു. ഒരു ഡ്രോപ്പ് പുറ്റിച്ച് തന്ന് അതിനോട് എനിക്ക് ആ മൂക്കടപ്പ് സ്റ്റോപ്പായി. ഈ ഹോസ്പിറ്റലൊന്നും ഇല്ലാത്തൊരു സമയത്താണ് ഞാൻ പ്രസവിക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ ബേബി ആകാൻ എനിക്ക് ബുദ്ധിമുട്ടാവുന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇനി എങ്ങാനും ബേബി ആയി കഴിഞ്ഞാൽ തന്നെ നോർമൽ ഡെലിവറിക്ക് വേണ്ടി ട്രൈ ചെയ്ത് കുഞ്ഞ് പുറത്തോട്ട് വരാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാകും എന്ന് ഈ അഖിൽമാരാന്ന് പറഞ്ഞ ആൾക്കറിയോ? ഭർത്താവ് അകത്തോട്ട് വന്നതിന് ശേഷമുള്ള കാര്യം ഭർത്താവ് പറഞ്ഞ അറിവിൽ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കയറി വരുന്ന സമയത്ത് ഈ ബ്ലഡിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. ഇങ്ങനെ ബ്ലഡ് വെസൽസോ കാര്യങ്ങളോ ഒക്കെ പുറത്ത് ഇങ്ങനെ കിടക്കുകയായിരുന്നു. BP ഭയങ്കര കൂടുതലോ കൗണ്ട് ഭയങ്കര കുറവോ എന്ന് എനിക്കറിയില്ല. ഇതെനിക്ക് പറഞ്ഞു കേട്ടറിയോ മാത്രമേ ഉള്ളൂ. ആയിരുന്നു. നീ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ നിന്റെ കാര്യം തീർന്നു എന്നുള്ള ലെവലിലായിരുന്നു നീ ഉണ്ടായിരുന്നത്. അതായത് സി സെക്ഷന് നിന്നെ കയറ്റില്ലെങ്കിൽ നിന്നെ ബാക്കി കിട്ടില്ല എന്നുള്ളൊരു ലെവലിലായിരുന്നു നീ ഉണ്ടായതാണ്. സി സെക്ഷന് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തത്. അല്ലെങ്കിൽ അതിന് സഹിക്കാൻ പറ്റാത്തതിൻ്റെ കഴിവുകൊണ്ട് ഞാൻ സി സെക്ഷൻ സൈൻ ചെയ്ത് കൊടുക്കാമെന്ന് മെൻ്റലി പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ കയറിയത്. എൻ്റെ അവസ്ഥയും കിടപ്പും കണ്ടു കഴിഞ്ഞാൽ ആരായാലും സി സെക്ഷൻ മതി എന്ന് പറഞ്ഞു. അതായിരുന്നു അവസ്ഥ എന്ന് പറഞ്ഞു. ഈ ഒരു അവസ്ഥ ഈ ഒരു ഡോക്ടർമാരോ ഹോസ്പിറ്റലിൽ ഒന്നും പോവാത്ത ഒരാൾക്കാണ് വരുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അമ്മ എന്തായാലും ബാക്കിയാവില്ല. വയറ്റിൻ്റെ അകത്ത് നിന്ന് കുഞ്ഞ് പുറത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ബാക്കിയാവും. നമ്മൾ ഈ ഡോക്ടർമാരോടൊക്കെ കടപ്പെട്ടിരിക്കണം. നമ്മൾ എത്ര പൈസ കൊടുക്കുന്നു എന്നുള്ളതിലല്ല കാര്യം. പൈസ കൊടുത്താലും അതിനൊന്നും കിട്ടാത്തൊരു സംഗതിയുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ കുഞ്ഞിനെയും നമ്മളെയും സേഫാക്കി നമ്മളെ കയ്യിൽ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഡോക്ടർമാർക്ക്, നല്ല ഡോക്ടർമാർക്കല്ലേ ആപ്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുക. ആയിരുന്നു എൻ്റെ എൻജോയ് ചെയ്തിട്ടുള്ള എൻ്റെ 10 മാസം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടർമാരും ഈ പറഞ്ഞ നേഴ്സുമാരും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ കുഞ്ഞും ബാക്കിയായിട്ട് ഭൂമിയിലേക്ക് വരുന്ന ഒരാളല്ല. അവരുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനും എൻ്റെ കുഞ്ഞും ബാക്കിയായിട്ട് ഭൂമിയിലോട്ട് വന്നത്. സി സെക്ഷൻ ആവട്ടെ നോർമൽ ഡെലിവറി ആകട്ടെ, എന്തായാലും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പറയാൻ ശരിക്കും പെണ്ണാവണമെന്നില്ല. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വരികയും ഒരു ഭാര്യയുടെ കൂടെ ജീവിക്കുകയും ആ ഭാര്യയുടെ മക്കളുടെ തന്തയായിരിക്കുകയും ചെയ്താൽ മാത്രം മതിയാവും. ഇതൊന്ന് മിസ്റ്റർ അഖിൽമാരാർ മനസ്സിലാക്കണം. കുറച്ച് മുന്നത്തെ ആൾക്കാർ ഹോസ്പിറ്റലിൽ പോയി അതങ്ങ് സ്ഥിരമാക്കിയത് കൊണ്ടാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇതൊരു അസുഖം വന്ന പോലെയാണെന്ന് കരുതി ഹോസ്പിറ്റലിൽ പോകുന്നത്. ഇതൊക്കെ പറയുന്നത് ശുദ്ധ മണ്ടത്തരം എന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. നിങ്ങൾ നല്ല നിലപാടെടുത്ത് നല്ല നിലപാടിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, ഒരുപാട് ശബ്ദമുയർത്താൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് അട്ടർ ബ്ലണ്ടേഴ്സ് കൂട്ടിക്കുഴ ഇങ്ങനെ തുപ്പുകയാണ്. അത് നമുക്ക് ആർക്കും ഒരു തരി പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ബ്ലണ്ടേഴ്സും. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ എൻജോയ് ചെയ്ത 10 മാസത്തെക്കുറിച്ചുള്ള സ്റ്റോറി, അഖിൽമാരാറിൻ്റെ പ്രസവം ഒക്കെ ഞാൻ നിർത്തുന്നു. അഖിൽമാരാറിന് ഇനിയും ഒരുപാട് കൊട്ടുകൾ, വലിയ വലിയ കൊട്ടുകൾ എവിടെ നിന്നൊക്കെയോ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ കൂട്ടത്തിൽ ഒരു ചെറിയ ഈർക്കിലെടുത്തുള്ള കൊട്ടാവട്ടെ എൻ്റെ ചെറിയ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.